ഒരേ ഒരു മുട്ട കൊണ്ട് വീട്ടിലുള്ള എല്ലാവർക്കുള്ള ചായക്കടിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അതും വെറും 5-10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു മുട്ട നമുക്ക് ബോളിലേക്ക് പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കായ പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് വാനില എസൻസ് കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് മധുരത്തിനായിട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/4 കപ്പിൽ കുറച്ച് കുറവായിട്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം. നമ്മളൊരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു വിസ്കോ മറ്റോ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഈ ഷുഗർ ഒന്ന് മെൽറ്റ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഷുഗർ എല്ലാം നല്ലപോലെ മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി അടുത്തതായിട്ട് റവയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1 കപ്പ് റവ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ മിക്സ് ആക്കുന്ന സമയത്ത് ആദ്യം ഒരു 1/4 കപ്പ് ചേർത്ത് നോക്കുക. എന്നിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മുടെ റവയും മുട്ടയും പഞ്ചസാരയും എല്ലാം കൂടി നല്ലപോലെ ഇതുപോലെ യോജിപ്പിച്ചിട്ട് എടുക്കാം. കുറച്ച് തിക്കായിട്ടുള്ള ബാറ്ററാണ് നമുക്ക് വേണ്ടത്. ഇതാ കയ്യിലെടുക്കുമ്പോൾ ഇതുപോലെ നമുക്ക് എടുക്കാൻ പറ്റണം. ആ ഒരു രീതിക്ക് നമ്മൾ മിക്സ് ആക്കിയിട്ട് വെക്കാം. ഇനി നമുക്ക് കുറച്ച് ഓയിൽ നല്ലപോലെ ചൂടാക്കിയിട്ട് എടുക്കാം. ഈ മാവ് നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ചൂടായിട്ട് വന്ന എണ്ണയിലേക്ക് നമുക്ക് മാവ് ഇതുപോലെ നുള്ളി നുള്ളി ഇട്ട് കൊടുക്കാം. കുറച്ചായിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നിങ്ങളൊരു സ്പൂൺ വെച്ചിട്ട് സ്പൂൺ കൊണ്ട് കോരി ഒഴിച്ചാലും മതി. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിത് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു സൈഡ് കുക്കായിട്ട് വരും. അപ്പോൾ ഒരു സൈഡ് വെന്ത് കഴിഞ്ഞാൽ നമുക്കിതാ ഇതുപോലെ സ്പൂൺ കൊണ്ട് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ മറിച്ചിട്ട് കഴിഞ്ഞിട്ട് പിന്നെ മറ്റേ സൈഡ് കുറച്ച് സമയം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഈവനിങ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിനേക്കാളും ഈസി ആയിട്ടുള്ള ഒരു സ്നാക്ക് വേറെ ഉണ്ടാവില്ല. നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ. നമുക്ക് സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കെല്ലാം എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഇതുപോലെ കുട്ടികൾക്ക് നമുക്ക് സ്നാക്സ് ആയിട്ട് കൊടുക്കാനെല്ലാം പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അധികം എണ്ണയൊന്നും കുടിക്കാത്ത ഒരു സ്നാക്കിന്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്കും ഷെയറും കമന്റും ചെയ്യാം. ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പികൾ കാണാനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്.